1985 ഭർത്താവ് നിതിൻ കപൂറിനൊപ്പം ഹണിമൂണിനായി തായ്ലൻഡ് സന്ദർശിച്ചപ്പോൾ അവസാന ദിവസം ബീച്ചിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. വാട്ടർ ആക്ടിവിറ്റീസിലെല്ലാം നിതിൻ കയറി, എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. വെള്ളം പേടിയായതിനാൽ ഞാൻ അതിലൊന്നും കയറിയില്ല. എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു. അവസാനം നിതിന്റെ നിർബന്ധത്തിന് വഴങ്ങി ജെറ്റ് സ്കീയിൽ കയറാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ കടലിൽ കുറച്ചു ദൂരം പോയപ്പോഴേക്കും ബാലൻസ് നഷ്ടപ്പെട്ട് ഞാൻ വെള്ളത്തിൽ വീണു. കടലിലേക്ക് വീണപ്പോഴിനപ്പോഴേ ജീവിതം അവസാനിച്ചെന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത്. ഞാൻ പെട്ടെന്ന് അലറി വിളിച്ചു. ആ സമയം ഞാൻ കരയേണ്ടത് ഏതെങ്കിലും ഹിന്ദു ദൈവത്തെ വിളിച്ചാണ്. കാരണം അതാണ് എനിക്കറിയാവുന്നത്. പക്ഷേ ഞാൻ ജീസസ് ക്രൈസ്റ്റിന്റെ പേര് വിളിച്ചാണ് അലറി കരഞ്ഞത്. ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കണ്ണു തുറന്നപ്പോൾ ഇടതുവശത്തും വലതുവശത്തും മെല്ലെ ഒഴുകുന്ന കടൽപ്പായലും സൂര്യകിരണങ്ങളും കണ്ടു. സൂര്യകിരണങ്ങൾക്ക് പിന്നിൽ യേശുവും ഉണ്ടായിരുന്നു. യേശുവിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ ഒരു ദിവ്യമായ സമാധാനബോധം എന്നെ കീഴ്പ്പെടുത്തി. 25 വർഷം മുൻപുള്ള ആ അനുഭവത്തിന് ശേഷം യേശു യഥാർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ നിമിഷം ആരുമില്ലാത്ത ആ കടലിന്റെ ആഴങ്ങളിൽ വെച്ച് അവർ അദൃശ്യമായ ഒരു ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. അത്ഭുതകരമായി മരണത്തിന്റെ വക്കിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ടു. ഇത് വെറുമൊരു യാദൃച്ഛികതയല്ല, മറിച്ച് ദൈവത്തിന്റെ കൈ ഇടപെടലായിരുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ സംഭവത്തിന് ശേഷം തന്റെ ജീവിതത്തിലെ ശൂന്യതയെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. വലിയ താരപദവിയും MLA സ്ഥാനവും ഉണ്ടായിരുന്നിട്ടും തന്റെ ഉള്ളിൽ സമാധാനമില്ലായിരുന്നു. ഈ സംഭവത്തിന് ശേഷവും എടുത്തു ചാടിയല്ല, ദീർഘനാൾ ഏകദേശം 16 വർഷത്തോളം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് യേശുവിനെ പൂർണ്ണമായി അംഗീകരിച്ച് സ്നാനം സ്വീകരിച്ചത്. ബൈബിളിലൂടെയും പ്രാർത്ഥനയിലൂടെയും യേശുക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് അവർ മനസ്സിലാക്കി. തന്നെ മരണത്തിൽ നിന്ന് പിടിച്ചുയർത്തിയത് യേശുവാണെന്ന ഉറച്ച ബോധ്യത്തോടെ അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചു. പതിറ്റാണ്ടുകളോളം തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായിരുന്നു ജയസുധ. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലെ ഇതിഹാസ നായകന്മാരായ മമ്മൂട്ടി, ശിവാജി ഗണേശൻ, കമലഹാസൻ എന്നിവരുടെയെല്ലാം നായികയായി അഭിനയിച്ച അവർ രാഷ്ട്രീയത്തിലും സജീവമായ അവർ MLA ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രശസ്തിയും പണവും അധികാരവും കൊണ്ട് ലോകം അവർക്ക് മുൻപിൽ കീഴടങ്ങിയിരുന്നു. ഞാൻ കടലിൽ താഴ്ന്നു പോയപ്പോൾ ലോകത്തിലെ ഒരു അധികാരത്തിനോ പ്രശസ്തിക്കോ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു എന്നെ തൊട്ടു, എനിക്ക് പുതിയൊരു ജീവിതം നൽകി. ജയസുധ പ്രസംഗവേദികളിൽ സാക്ഷ്യപ്പെടുത്തുന്നു.